മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശത്രുവായ ഫിർഔൻ, ആ ഫിർഔനെ പ്രതിരോധിക്കുന്ന സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ കാണുകയാണ്. ഏതാണ് സന്ദർഭം? നമുക്കറിയാം, തുറമുദിത്തിരിക്കുന്ന സ്വഹീഹായിട്ടുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, അന്നത്തെ ദിവസം, അതായത് ആ ഫിർഔൻ കടലിൽ മുങ്ങിയ സന്ദർഭത്തിൽ, നമുക്കറിയാം കടൽ പിളർന്ന സന്ദർഭത്തിൽ ഫിർഔൻ ആ കടലിൽ അകപ്പെട്ടു. ആ അകപ്പെട്ട സന്ദർഭത്തിൽ ഫിർഔന്റെ വായിലേക്ക് ഞാൻ ചളി വാരി എറിഞ്ഞു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അന്നത്തെ ദിവസം ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔന്റെ വായിലേക്ക് ചളി വാരി എറിഞ്ഞു, ചളി പൊത്തി എന്നുള്ളതാ. അതിന്റെ കാരണം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹദീസിൽ പറഞ്ഞു, ഖശീതു അൻ യഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹു വയർഹമുഹുല്ലാഹ്. ഞാൻ ചളി വാരി എറിയാനുള്ള കാരണം അവനെങ്ങാനും, അതായത് ഫിർഔനെങ്ങാനും ആ സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ കലിമ ചൊല്ലി അള്ളാഹുവിലെങ്ങാനും വിശ്വസിച്ച് അള്ളാഹു എങ്ങാനും ഫിർഔനോട് കരുണ കാണിച്ചാലോ എന്ന് ഞാൻ ഭയപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. ചേർത്ത് വായിക്കേണ്ട മറ്റൊരു ഉദ്ധരണി, അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, യാ ജിബ്രീൽ വഇസ്സതി വജലാലി, എന്തിനാണ് നീ ആ ഒരു പ്രവൃത്തി ചെയ്തത്? എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫിർഔനെങ്ങാനും ആത്മാർത്ഥമായിട്ട് പാപമോചനം തേടിയിരുന്നെങ്കിൽ അവനും ഞാൻ പുറത്തു കൊടുക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. എത്രയാണ് അള്ളാന്റെ കാരുണ്യം! എത്ര വലിയ ധിക്കാരിയായിട്ടുള്ള ആളുകൾക്കും ആ കാരുണ്യത്തിന്റെ കവാടങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തുറന്നു വെച്ചിട്ടുണ്ട് എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മള് മനുഷ്യരുമായിട്ട് ചേർത്തൊന്ന് ചിന്തിച്ചു നോക്കുക. അതായത് നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാള്, നമ്മുടെ ചോറും തിന്ന് ജീവിക്കുന്ന ഒരു വേലക്കാരൻ ഒരു തവണ നമ്മോട് അനുസരണക്കേട് കാണിച്ചാൽ അദ്ദേഹത്തെ നമ്മൾ പിരിച്ചുവിടും. 1 2 മാക്സിമം 2 3 തവണ, അതിൽ അപ്പുറം നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു കമ്പനിയിൽ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു തവണ തെറ്റ് ചെയ്താൽ വാണിംഗ് തരും, രണ്ടാമത് തെറ്റ് ആവർത്തിച്ചാൽ അവർ ടെർമിനേറ്റ് അല്ലെങ്കിൽ അവർ പുറത്താക്കും. ഇതേ രൂപത്തിലാണ് നമ്മൾ കാണിക്കാറുള്ളത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം എത്രയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം! നിരന്തരം അള്ളാഹു സുബ്ഹാനഹു വ തആല ധിക്കരിച്ചിട്ടും ആ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിയ അനുഗ്രഹങ്ങളൊന്നും അടിമയിൽ നിന്നും പിൻവലിക്കുന്നില്ല എന്നുള്ളതാ. എത്ര കാലം, അതായത് ഒരു കണ്ണ് എന്നുള്ള അനുഗ്രഹം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. ആ കാഴ്ച, ആ മനോഹരമായിട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം, അള്ളാഹു പറഞ്ഞത് കേൾക്കാതെ ഇതേ രൂപത്തിൽ തെറ്റായിട്ടുള്ള കാഴ്ചകൾ നിരന്തരം കണ്ടിട്ടും ആ കണ്ണിന്റെ കാഴ്ച അള്ളാഹു സുബ്ഹാനഹു വ തആല പിൻവലിക്കുന്നില്ല. എത്രയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമയോട് കാണിക്കുന്ന കാരുണ്യം! എത്ര വലിയ ധിക്കാരിയാണെങ്കിലും, എത്ര വലിയ നിഷേധം നിങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, എന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ നിരാശരാകല്ലേ എന്ന് നിരന്തരം അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകളോട് പറയാനുള്ള കാരണം